എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 89, 90 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സ്ത്രീകളുടെ മതാവസ്ഥയെ പറ്റിയിട്ട്, മദ്യപാനം കൊണ്ട് അവർക്കുണ്ടായതായ മരവിപ്പ് പോലെയുള്ളൊരവസ്ഥയെ പറ്റിയിട്ടാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കാദ്യം 89ാമത്തെ ശ്ലോകം നോക്കാം. കഥാപി നാലം വചനം പ്രയുക്തം ഹൃദാനി നാംഗാനി നഖാർപ്പണേഷു ജാതേഷു ദന്തച്ഛദപീഡനേഷു കൃതാനി താഭിർന്ന ച സീത്കൃതാനി. ആദ്യം പദങ്ങൾ നോക്കാം. കഥാ അപി ന അലം വചനം പ്രയുക്തം ഹൃദാനി ന അംഗാനി നഖാർപ്പണേഷു ജാതേഷു ദന്തച്ഛദ പീഡനേഷു കൃതാനി താഭി ന ച സീത്കൃതാനി. വളരെ വ്യക്തമായിട്ടുള്ള, വളരെ പച്ചയായിട്ടുള്ള രതിക്രീഡ വർണ്ണനമാണ് ഇവിടെ കവി നടത്തുന്നത്. ദ്വാരകയിൽ നിന്ന് വന്ന സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുണ്ടായതായ രതിവേഴ്ചകളെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ കഥാപി ഒരിക്കൽ പോലും താഭി എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളാൽ, ആ സ്ത്രീകൾ എന്തു ചെയ്തില്ല? ന അലം വചനം പ്രയുക്തം, തിരിച്ചൊരു മറുപടിയോ അരുത് എന്നോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് വേണ്ട എന്നുള്ള വാക്കുകളൊന്നും പുരുഷന്മാരോട് പറഞ്ഞില്ല. ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. അവർക്ക് മദ്യപാനം കൊണ്ടുണ്ടായ ആ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ബോധമില്ലായ്മ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് കവി പറയണത്. അതാണ് താഭി ന അലം വചനം പ്രയുക്തം. അവരാൽ വാക്കുകളൊന്നും പുരുഷന്മാരോട് പറയപ്പെട്ടില്ല. ഇനി നഖാർപ്പണേഷു അംഗാനി ന ഹൃദാനി. നഖാർപ്പണങ്ങൾ, രതിക്രീഡകളിൽ നഖക്ഷതങ്ങളൊക്കെ സംഭവിക്കും. സാധാരണഗതിയിൽ ശരീരത്തിൽ മുറിവുകളൊക്കെ വരുമ്പോൾ വേദന ഉണ്ടാവും, നീറ്റലുണ്ടാവും. പക്ഷേ ഈ സന്ദർഭങ്ങളിൽ മദ്യപാനം കൊണ്ട് ബോധരഹിതരായി കിടന്ന ആ സ്ത്രീകൾ അവരൊന്നും തന്നെ പ്രതിക്രിയകളായിട്ട് ചെയ്തില്ല. അല്ലെങ്കിൽ അവർ ശരീരത്തിന് നോവുമ്പോൾ, വേദന എടുക്കുമ്പോൾ ആ ക്രീഡകളാണെങ്കിൽ പോലും നിർത്തിവെക്കാനുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു ബോധം അവർക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അതുപോലും ഉണ്ടായില്ല. നഖാർപ്പണേഷു അംഗാനി നഹൃതാനി. നഖാർപ്പണങ്ങൾ, പുരുഷന്മാർ നഖാർപ്പണം നടത്തിയപ്പോൾ, നഖം കൊണ്ട് മുറിവുകൾ ഏൽപ്പിച്ചപ്പോഴും അവർ വേണ്ട എന്ന് പറഞ്ഞില്ല, അവർ ശരീരം മാറ്റിയില്ല എന്നർത്ഥം. നഖാർപ്പണേഷു അംഗാനി ന ഹൃദാനി. മാത്രമല്ല ദന്തച്ഛദ പീഡനേഷു, നഖങ്ങൾ കൊണ്ടും ദന്തങ്ങൾ കൊണ്ടും പല്ലുകൾ കൊണ്ടുമാണ് ഈ മുറിവുകളൊക്കെ സംഭവിക്കുക. അപ്പോൾ ദന്താർപ്പണങ്ങൾ, മുറിവുകൾ, പല്ലുകൊണ്ടുള്ള മുറിവുകൾ സംഭവിച്ചപ്പോഴും ദന്തച്ഛദ പീഡനേഷു, ദന്തങ്ങൾ കൊണ്ടല്ല ദന്തച്ഛദങ്ങൾക്ക്, അതായത് ദന്തച്ഛദം എന്ന് പറഞ്ഞാൽ ചുണ്ടുകളാണ്. ചുണ്ടുകൾക്ക് ചുംബനാദി ക്രീഡകളെ കൊണ്ടുണ്ടാകുന്ന വേദനകളോ മുറിവുകളോ സംഭവിക്കുമ്പോഴും ദന്തച്ഛദ പീഡനേഷു ജാതേഷു, അതൊക്കെ ഉണ്ടായി എങ്കിൽ പോലും എന്നുവെച്ചാൽ സീത്കൃതാനി കൃതാനി. സീത്കാരം എന്ന് പറയുമ്പോൾ ചുട്ടു നീറുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചുണ്ട് നനയ്ക്കുകയും അതിങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ട് ഊതുകയോ ശ്വാസം വലിക്കുകയോ ഒക്കെ ചെയ്യും. അതിനെയാണ് സീൽക്കാരങ്ങൾ എന്നൊക്കെ പറയുക. അങ്ങനെ ഒരു ശബ്ദം പോലും ആ സ്ത്രീകൾ ഉണ്ടാക്കിയില്ല. അപ്പോൾ അവർ സാധാരണയായിട്ട് രതിവേഴ്ചകളിൽ ഉണ്ടാക്കുന്നതായ ശബ്ദങ്ങളോ അല്ലെങ്കിൽ തടസ്സം പറയലുകളോ നിർത്താൻ പറയലുകളോ ഒന്നും ഉണ്ടായില്ല. അതവരുടെ ബോധരാഹിത്യം, മദ്യസേവ കൊണ്ടുണ്ടായ അവരുടെ ബോധക്കുറവ്, ബോധമില്ലായ്മ എന്ന് തന്നെയാണ് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. ഇത്രയും വർണ്ണന കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ ഉറക്കത്തിനെ പറ്റിയിട്ട് പറയണത്. നമുക്ക് 90ാമത്തെ ശ്ലോകം നോക്കാം. ഇത്തം മദോന്മീലിത വൈഭവേന വശീകൃതം പുഷ്പശരാസനേന സ്വശക്തി സന്ദർശന തത്പരേവ ജഗ്രാഹ നിദ്രാ ശിബിരം മുരാരേ. നമുക്ക് പദച്ഛേദം നോക്കാം. ഇത്തം മദോന്മീലിത വൈഭവേന വശീകൃതം പുഷ്പശരാസനേന സ്വശക്തി സന്ദർശന തത്പരാ ഇവ ജഗ്രാഹ നിദ്രാ ശിബിരം മുരാരേ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പദച്ഛേദം പറയാൻ. ഇവിടെ പറയാണ് അവസാനം ഇങ്ങനെയുള്ള
ഒരു അനന്തമായിട്ടുള്ള ക്രീഡകൾക്ക് ശേഷം രാത്രി വളരെയധികം വർദ്ധിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഇത്തം ഇപ്രകാരമൊക്കെ മതോന്മീലിത വൈഭവേന പുഷ്പശരാസനേന വശീകൃതം മുരാരേഹ ശിബിരം. മുരാരിയുടെ ശിബിരം, ശ്രീകൃഷ്ണൻ്റെ ആ പട്ടാള ക്യാമ്പ് എന്ന് പറയാം, ഭടന്മാരൊക്കെ തമ്പടിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു പ്രദേശം, സ്ത്രീ പുരുഷന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ആ ഒരു പ്രദേശം, അതെങ്ങനെയായിരുന്നു? മതോന്മീലിത വൈഭവേന പുഷ്പശരാസനേന. പുഷ്പശരാസനൻ എന്ന് പറഞ്ഞാൽ കാമദേവനാണ്. പുഷ്പം കൊണ്ട് ശരാസനമുള്ളവൻ. ശരാസനം വില്ലാണ്, അസ്ത്രം തൊടുത്തു വയ്ക്കുന്ന സ്ഥലം. അതായത് ശരം എവിടെയാണോ തൊടുത്തു വയ്ക്കുന്നത് ആ ആയുധത്തിനെയാണ് ശരാസനം എന്ന് പറയുന്നത്, വില്ല് എന്നർത്ഥം. അപ്പോൾ കാമദേവൻ പുഷ്പശരം അല്ലെങ്കിൽ പുഷ്പശരാസനമുള്ളവനായിട്ടുള്ള ആ കാമദേവൻ്റെ മറ്റൊരു വിശേഷണം കൊടുത്തിരിക്കുകയാണ് മതോന്മീലിത വൈഭവേന. മത ഉന്മീലിത വൈഭവം. മദ്യസേവ കൊണ്ട് മതമുണ്ടാകുന്നു, മതം കൊണ്ട് ഉന്മീലിതമായ പുറത്തു വന്നതായ വൈഭവങ്ങളോട് കൂടിയവൻ. അതായത് കാമദേവൻ ഉണരുന്നത്, കാമദേവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഓജസ്സുറ്റതാകുന്നത് മദ്യപാനം പോലെയുള്ള പ്രവൃത്തികളൊക്കെ നടക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് മതോന്മീലിത വൈഭവേന പുഷ്പശരാസനേന. മതോന്മീലിത വൈഭവൻ ആയിട്ടുള്ള, മദ്യപാനം കൊണ്ട് തൻ്റെ ശക്തി വർദ്ധിച്ചവനായിട്ടുള്ള കാമദേവനാൽ വശീകരിക്കപ്പെട്ടു, തൻ്റെ വശത്താക്കപ്പെട്ടു മുരാരേഹെ ശിബിരം. എന്ത്? മുരാരിയുടെ ശിബിരം. അങ്ങനെ കാമദേവൻ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയതായ ശ്രീകൃഷ്ണൻ്റെ ഭടന്മാരുടെ ആ താവളം പിന്നീടത് എന്തിനായി വഴങ്ങിക്കൊടുത്തു? സ്വശക്തി സന്ദർശന തത്പര ഇവ നിദ്ര ജഗ്രാഹ. ആദ്യം കാമദേവനാണ് തൻ്റെ കഴിവ് മുഴുവനും പ്രകടിപ്പിക്കാൻ ആ താവളത്തെ കരുവാക്കിയത് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചത് എന്നാണെങ്കിൽ, അതിനുശേഷം നിദ്ര ശിബിരം ജഗ്രാഹ, നിദ്ര ആ ശിബിരത്തെ ഗ്രഹിച്ചു. എങ്ങനെയുള്ളതായ നിദ്രയ്ക്ക് എന്താ വിശേഷണം കൊടുത്തതെന്നാണെങ്കിൽ സ്വശക്തി സന്ദർശന തത്പര, സ്വന്തം ശക്തി പ്രകടിപ്പിക്കുന്നതിൽ തൽപരയായിട്ടുള്ള. അതായത് കാമദേവന് മാത്രമൊന്നുമല്ല ശക്തി, തനിക്കും നല്ല ശക്തിയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് തോന്നും ഉത്പ്രേക്ഷാലങ്കാരം. നിദ്ര ആ ശിബിരത്തെ തൻ്റെ കയ്യിലൊതുക്കി, നിദ്രയും ആ ശിബിരത്തെ കയ്യിലൊതുക്കി. അതായത് കാമദേവൻ കുറേയധികം നേരം ആ ശിബിരത്തെ കയ്യിലൊതുക്കി, തൻ്റെ കയ്യിലെടുത്തു, കാമദേവൻ്റെ ഒരു ഉപാധിയാക്കി, ഉപകരണമാക്കി അവിടുത്തെ ജനങ്ങളെ എന്നാണെങ്കിൽ, അതിനുശേഷം നിദ്രാദേവിയാണ് ആ താവളത്തെ, സൈന്യങ്ങളുടെ താവളത്തെ തൻ്റെ കരവലയത്തിൽ തൻ്റെ അധീനത്തിലാക്കിയത് എന്നാണ് കവി പറയണത്. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. വളരെ നേരത്തെ ക്രീഡകൾക്കൊക്കെ ശേഷം അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും കഠിനമായിട്ട് ഉറക്കം വന്നു, എല്ലാവരും ഉറക്കത്തിനടിപ്പെട്ടു എന്നാണ് ഇവിടെ പറയണത്. അതാണ് സ്വശക്തി സന്ദർശന തത്പര, തൻ്റെ ശക്തി പ്രദർശിപ്പിക്കുന്നതിൽ തൽപരയാണോ എന്ന് തോന്നും വണ്ണം നിദ്രാദേവി ഉറക്കം മുരാരേഹെ ശിബിരം ജഗ്രാഹ, മുരാരിയുടെ ശിബിരത്തെ ഗ്രഹിച്ചു. അങ്ങനെ എല്ലാവരും കഠിനമായിട്ട് അന്നത്തെ എല്ലാ ക്രീഡകളും അവസാനിച്ചു, ഉറങ്ങാൻ തുടങ്ങി എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. കഥാപി നാലം വചനം പ്രയുക്തം ഹൃദാനി നാംഗാനി നഖാർപ്പണേഷു ജാതേഷു ദന്തച്ഛദപീഡനേഷു കൃതാനി താഭിർന ച സീത്കൃതാനി. ഇത്തം മതോന്മീലിത വൈഭവേന വശീകൃതം പുഷ്പശരാസനേന സ്വശക്തി സന്ദർശന തത്പരേവ ജഗ്രാഹ നിദ്ര ശിബിരം മുരാരേ. അപ്പോൾ രാത്രിയായി, എല്ലാവരും ഉറങ്ങിയെന്നർത്ഥം. ഇനി ഇതിന് ശേഷമുള്ള ശ്ലോകങ്ങൾ വെളിച്ചാവാൻ കാലമായി തുടങ്ങി. സൂര്യൻ്റെ ഉദയമാണ് ഇനി വർണ്ണിക്കാൻ പോണത്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടായതെന്ന് അനവധി പദ്യങ്ങളെ കൊണ്ട് കവി വർണ്ണിച്ചു കഴിഞ്ഞു. ഇനി സൂര്യൻ ഉദിക്കുകയായി, ശ്രീകൃഷ്ണൻ്റെ വിവാഹത്തിനുള്ള പുറപ്പാട്. വിവാഹമെന്ന് പറയാൻ പറ്റില്ല, ശ്രീകൃഷ്ണൻ രുക്മിണി ദേവിയെ തട്ടിക്കൊണ്ടുപോരണതിനുള്ള പുറപ്പാട്, അതിനൊക്കെയുള്ള വർണ്ണനകളാണ് അടുത്തതായിട്ട് വരാൻ പോണത്. ഇനി വരുന്ന ശ്ലോകങ്ങളിൽ ഭഗവാന്റെ വിവാഹത്തിനുള്ള പുറപ്പാടുകൾ നമുക്ക് കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്
ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.